അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ശ്രീ കെ റിജേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റിജേഷ്, ഇത് കാട്ടിനകത്താണ് സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. എന്തൊക്കെയാണ് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇവര് ഒരു സംഘമായി പോയതാണോ? എപ്പോഴാണ് ഈ അപകടം നടന്ന വിവരം നമ്മൾ പുറത്തേക്കൊക്കെ അറിയുന്നത്? നടക്കാൻ പറ്റില്ലേ? ഈ സാധനം എടുത്ത് റിജേഷ് കേൾക്കാമോ? പറഞ്ഞോ, കേൾക്കാം. ഞാൻ ചോദിച്ചത്, ഇത് കാട്ടിനകത്ത് വെച്ച് സംഭവിച്ചതായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കുറവാണ്. റിജേഷിന് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയത്? ഇവരൊരു സംഘമായി പോയതായിരുന്നു. ഒരു 6:30-7 മണിയോട് സമയത്ത് വൈകിട്ട് സമയത്താണ് തേനെടുക്കാൻ ട്രൈബ്സ് കാട്ടിലേക്ക് പോവുക. അതിന്റെ ഭാഗമായിട്ട് ഒരു 6:30-7 മണി ആയിട്ടുണ്ടാവും. ഒരു സ്ഥിരം പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഒരു അങ്ങോട്ട് കടത്തുണ്ട്, നമ്മുടെ അതിരപ്പള്ളിയിലൊരു പുഴേനെ ക്രോസ് ചെയ്യുന്ന കടത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ടെന്റ് ചെയ്തിട്ട് അതിന് ശേഷം ഈ തേനെടുക്കാൻ വേണ്ടി പോണ സമയത്താണ് ആനക്കൂട്ടം വരികയും അരിയൊക്കെ ഉണ്ട്. അരിയൊക്കെ എടുക്കാൻ വേണ്ടി അരിയൊക്കെ അവിടെ ഷെഡൊക്കെ നശിപ്പിച്ച് ഇട്ടുണ്ട്. അപ്പൊ രണ്ടുപേരെ അതിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടു. ഒരാൾക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ഒരാളെ ആന ആക്രമിച്ചിട്ടുണ്ട്. ഒരാള് വെള്ളത്തിലാണ് കിടക്കുന്നത്. സ്ത്രീയുടെ ശരീരം വെള്ളത്തിലായിരുന്നു. അപ്പൊ അത് ഒരുപക്ഷെ ആനനെ കണ്ട് പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതായിരിക്കാം. ഒരാളെ ആന അടിച്ചിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം വെള്ളത്തിലാണ് കണ്ടത് അല്ലേ? കണ്ടത്, അതെ. അത് ഈ അംബിക എന്ന് പറയുന്ന അവരുടെയാണോ? അംബിക. ഓ, അത് ശരി. മറ്റു രണ്ടുപേരിൽ ഒരാളുടെ പരിക്ക് കുറച്ച് കാര്യമായി പരിക്കുണ്ട്. ആനയുടെ മുന്നിൽ പെട്ടിരുന്നോ അതോ ഓടുന്നതിനിടയിലാണോ പരിക്ക് പറ്റിയത്? അത് ഒരു പക്ഷെ അതാവാൻ ചിലപ്പോ ഒരു സൈഡിലെ ചതവുണ്ട്. കൈയുടെ ഒരു ഷോൾഡറിന്റെ താഴെയായിട്ട് ഇത്തിരി കനത്തിൽ പരിക്കുണ്ട്. ഒരു പക്ഷെ ചാടിയപ്പോ പുഴയാണല്ലോ, പാറമൊക്കെ ഇടിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആന ഒന്നും ആളെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഓടിയെന്നാണ് പറയണത്. രണ്ടുപേരെയാണ് ആന തട്ടി. ഒരാളെ തട്ടിന്നാണ് പറയണേ വെള്ളത്തിലേക്ക്. ഇവര് സ്ഥിരമായിട്ട് പോകുന്നവര് തന്നെയല്ലേ റിജേഷ്? അതെ. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ക്രോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മുടെ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകുന്ന നടപ്പാതയുടെ തൊട്ടടുത്താണ് ഈ സ്ഥലം. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയതല്ല. ആന കൃഷിഭൂമിയിലേക്ക് വന്നിട്ടാണ് ഇന്നലെ ഉണ്ടായ വിഷയം. അതൊരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പയ്യൻ, നമ്മുടെ ഒരു അനിയനെ പോലുള്ള പയ്യനാണ്. ആ പയ്യനാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. അത് രാത്രി കൃഷിഭൂമിയിലേക്ക് കടന്ന് വീടിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഇന്നലെ ആ സംഭവം ഉണ്ടായത്. വന്യമൃഗം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതാ, ഇതിപ്പം ഇങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും? ഈ തേനൊക്കെ എടുത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് എന്ത് ചെയ്യും അല്ലേ? അങ്ങനെ ഒരു വലിയൊരു നിസ്സഹായാവസ്ഥയുണ്ട്. അതെ. ഇപ്പൊ ഇത് ആനയുടെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. പിന്നെ ഉൾക്കാടുകൾക്കകത്തുള്ള അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ ചെടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും സംവിധാനം ഉൾക്കാടുകൾക്കകത്തില്ല. അപ്പൊ ഉൾക്കാടുകൾക്കകത്തേക്ക് ഈ ആന തിരിച്ചു പോകണമെങ്കിൽ അവർക്കൊരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട അവസ്ഥ ഉൾക്കാടുകൾക്കകത്തുണ്ട്. അതിനെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പിന്നെ എണ്ണം വർദ്ധിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന കണ്ട് ഒരു ആനയ്ക്ക് ഒരു 50 കിലോമീറ്റർ എങ്കിലും ചുറ്റളവ് വേണമെന്നാണ് അതിന്റെ ഒരു കണക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിരപ്പള്ളി പഞ്ചായത്തിൽ 10-15 ആനയ്ക്ക് ഉള്ള വനം മാത്രമാണ് ഉള്ളത്. അപ്പൊ ചുറ്റളവിനനുസരിച്ച് ആന അത് സ്വാഭാവികമായിട്ട് നമ്മളൊന്നും ഇവിടെ വെറുതെ പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അതൊക്കെ നിയമം ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഇടയിൽ സാധാരണ ഇവർക്ക് കാടിനെ പേടിയുള്ളവരല്ല, മൃഗങ്ങളെ പേടിയുള്ളവരല്ല. കാരണം അവർ ആ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യന്മാർ കൂടിയാണല്ലോ. പക്ഷെ ഇതിങ്ങനെ തുടരെ ഈ ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ഭയമൊക്കെ വരണില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ സർക്കാരുകളൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ഭൂമികൾക്ക് വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഞാൻ കയറ്റം കയറണേ മനസ്സിലായി. മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു മോക്ക് ഡ്രില്ലൊക്കെ നടത്തി ഇതിൽ നിന്ന് രക്ഷ നേടുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ള ട്രെയിനിങ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ വനശേഖരണമായിട്ട് വനവിഭവ ശേഖരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കിത് സ്വാഭാവികമായിട്ട് ആന വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടിപ്പോ ആനയുടെ അളവ് കുറവാണ്. ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല. അപ്പോ 1-2 ആന വരുമ്പോ എങ്ങനെ രക്ഷപ്പെടാം, കൂട്ടത്തോടെ ആന വരുമ്പോ എങ്ങനെ രക്ഷപ്പെടാന്നുള്ള പ്രശ്നം അവരുള്ളിലുണ്ട്. ഇപ്പൊ ഇന്നലെ വന്നാണ് കൂട്ടത്തോടുള്ള ആനയാണ്. അപ്പൊ എവിടേക്കാണ് ചിതറി ഓടാൻ കഴിയുക? അതെ. അപ്പൊ ചിതറി ഓടാൻ കഴിയില്ലല്ലോ. ഓടി രക്ഷപ്പെടാന്ന് പറയുന്നത് സ്വാഭാവികം നടക്കില്ല പുഴയിലൊക്കെ ആവുമ്പോ. ഇനിയിപ്പോ ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇത് അതിലെത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്ന് അറിയില്ല. ഈ ചക്ക ഉണ്ടാവുന്ന കാലമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആനകൾ ഈ മണം പിടിച്ച് വരുമെന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഇപ്പൊ ഇന്നലത്തെ വിഷയം ചക്കയാണ്. ഇന്നലെ സെബാസ്റ്റ്യൻ ഉന്നതി നടന്നത് ചക്ക. അവിടെ ഇഷ്ടംപോലെ പ്ലാവുണ്ട്. ആ പ്ലാവ് അതിനെ തിന്നാൻ വേണ്ടി വന്നപ്പോ ഉണ്ടായ സംഭവം. ഇതിപ്പോ പക്ക കാടാണല്ലോ. ഇതിനകത്ത് വേറെ പ്ലാവൊന്നുമില്ല. അത് ക്രോസ് ചെയ്യുമ്പോ പുഴ ക്രോസ് ചെയ്യുമ്പോ ആണ് ആന വന്നേക്കണേ.
അപ്പൊ ഈ അരിയുടെ ഒക്കെ മണം എടുത്തിട്ടുണ്ടാവും ഒരു പക്ഷെ അല്ലേ? അതെ അതെ. അല്ല, ഇത് ഇങ്ങനെ ആന വരുന്ന ഒരു പ്രധാനപ്പെട്ട ആന വരുന്ന സ്ഥലം തന്നെയാണോ? ഇങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട് ഇവിടെ, ആന ആക്രമണം നടന്നിട്ടുണ്ട്. ഇവർക്കറിയാം ഇവിടെ ആനയുള്ള സ്ഥലം ഇവർക്കറിയാം. പക്ഷെ എന്തോ ഒരു ഇവരിങ്ങനെ കൂട്ടത്തോടെ വരുമോ അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. ശരി റിജേഷ്, ഇനിയും എന്തെങ്കിലും വിവരം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. കയറ്റം കയറായതുകൊണ്ടാണ് ഞാൻ ഇനി കൂടുതൽ സംസാരിപ്പിക്കാത്തത്. അതിരപ്പള്ളി പഞ്ചായത്ത് അംഗമാണ് KK റിജേഷ്. റിജേഷാണ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്.